Hi friends, welcome to my YouTube channel Ampensi. Our channel name Help Me Lord. ഇന്ന് നമുക്ക് നല്ലൊരു ചായ ഉണ്ടാക്കാം. എത്ര ടയർഡായി ഇരുന്നാലും നല്ലൊരു സ്ട്രോങ് ചായ കുടിച്ചാൽ അതൊക്കെ മാറി ഉഷാറാകും, ശരിയല്ലേ? അപ്പോൾ ഒരു ഗ്ലാസ് സ്ട്രോങ് ചായയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ പറയുന്നത്. ചായ നമുക്ക് പാല് കൊണ്ടും പാൽപ്പൊടി കൊണ്ടും ഉണ്ടാക്കാം. ഈ രണ്ട് വിധവും ഇവിടെ പറയുന്നുണ്ട്. സോ വീഡിയോ ഫുൾ കേൾക്കുക. ആദ്യം പാല് കൊണ്ടുണ്ടാക്കുന്നത് പറയാം. അര ഗ്ലാസ് പാലിന് അര ഗ്ലാസ് വെള്ളം. ചിലർക്ക് പാലിൽ ഒട്ടും വെള്ളം ചേർക്കുന്നത് ഇഷ്ടമില്ല. തനി പാലിലാണ് ഈ ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. എനിക്കെന്തോ അത്ര കട്ടിച്ചായ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ പാലിൻ്റെ കട്ടി അനുസരിച്ച് വെള്ളവും ചേർക്കും. നിങ്ങൾക്ക് വെള്ളം ചേർക്കാം, ചേർക്കാതിരിക്കാം. വെള്ളം ചേർക്കുവാണെങ്കിൽ കട്ടിയുള്ള അര ഗ്ലാസ് പാലിന് അര ഗ്ലാസ് വെള്ളം അത് മതി. അതായത് എത്ര ഗ്ലാസ് ചായ വേണോ അതിൻ്റെ പകുതി പാൽ പകുതി വെള്ളം. പാലിൻ്റെ കട്ടി കുറവാണെങ്കിൽ അല്പം കൂടി പാലിൻ്റെ അളവ് കൂട്ടി വെള്ളം കുറയ്ക്കും. അപ്പോൾ വെള്ളം അര ഗ്ലാസ്, പാൽ അര ഗ്ലാസ്, തേയിലപ്പൊടി അര ടീസ്പൂൺ. നിങ്ങളുടെ കയ്യിലുള്ള തേയില കടുപ്പം കൂടുതലോ കുറവോ ആണെങ്കിൽ അതനുസരിച്ച് ലേശം കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. പഞ്ചസാര 3/4 ടീസ്പൂൺ. ഇതും മധുരമനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാം. ഏലക്ക പൊടിച്ചത് 1. ഇനി പാത്രത്തിൽ അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഗ്യാസിൽ വെക്കുക. അപ്പോൾ തന്നെ പഞ്ചസാരയും ചേർക്കുക. ഈ വെള്ളം നന്നായി തിളച്ച ശേഷം അതിൽ ഏലക്ക പൊടിച്ചതും തേയിലയും ഇട്ട് ഒന്ന് ഇളക്കുക. ഒരു 1-2 മിനിറ്റ് അതിൻ്റെ കളർ നന്നായി ഇറങ്ങിയ ശേഷം പാലൊഴിച്ച് ഇളക്കണം. നന്നായി തിളയ്ക്കുമ്പോൾ തീ സ്ലോ ആക്കി കുറച്ച് സെക്കൻഡ് കൂടി സ്പൂൺ കൊണ്ട് ഇളക്കി തീ ഓഫ് ചെയ്യുക. ഇനിയാണ് ചായക്ക് ടേസ്റ്റ് കിട്ടുന്ന സംഗതി. അതായത് ചായ ഉണ്ടാക്കി ഉടനെ അതുപോലെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുവല്ല, അത് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കണം. ആദ്യം ആ തേയില അരിക്കാതെ തന്നെ 1-2 വട്ടം അടിച്ചെടുക്കുക. അതിനുശേഷം അരിച്ചിട്ട് നന്നായി അടിച്ചെടുത്ത് പതപ്പിച്ച് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. ഈ ചായ അടിക്കുന്നതിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം. നിങ്ങളുടെ കയ്യിൽ ഉള്ളത് ഇലത്തേയിലയാണെങ്കിൽ, അതായത് തേയിലപ്പൊടിയല്ല, അതിൻ്റെ ഇലകൾ ഉണക്കിയതാണെങ്കിൽ അത് ഈ വെള്ളത്തിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ഈ തേയിലയും ഇട്ട് കുറേ നേരം തിളപ്പിക്കണം. എങ്കിലേ കളറും ഗുണവും രുചിയും ഒക്കെ കിട്ടൂ. ഈ വെള്ളത്തിൽ കിടന്നത് നല്ലപോലെ തിളയ്ക്കണം, അല്ലെങ്കിൽ ഒട്ടും രുചി കാണില്ല. അത് പ്രത്യേകം ഓർക്കുക. തേയിലപ്പൊടിയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. ഈ ഇലത്തേയില ഉപയോഗിച്ചവർ ഉണ്ടെങ്കിൽ അവർക്കറിയാം ആ ചായയുടെ രുചി അപാരമാണ്. ഒരിക്കൽ എനിക്ക് വയനാട്ടിൽ നിന്നും കുറച്ച് ഇലത്തേയില കിട്ടിയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വീണ്ടും വീണ്ടും ചായ കുടിക്കാൻ തോന്നുന്ന ഒരു സംഭവമാണത്. ഇനി ഇതുപോലെ തന്നെയാണ് പാൽപ്പൊടി കൊണ്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം പാൽപ്പൊടി ചേർക്കുന്നത് മാത്രമാണ്. പാൽപ്പൊടി ഉപയോഗിക്കുന്നവർക്ക് അത് അറിയാം. ചില പാൽപ്പൊടി നല്ല ചൂട് കൂടുതലുള്ള വെള്ളത്തിലിട്ടാൽ അത് കട്ട കെട്ടും, ചിലത് കട്ട കെട്ടില്ല, വെള്ളത്തിൽ അലിഞ്ഞു ചേരും. ചിലത് പച്ചവെള്ളത്തിലിട്ടാൽ കട്ട കെട്ടും. അപ്പോൾ ഞാൻ പാൽപ്പൊടി കൊണ്ട് ചായ ഇടുന്ന രീതി പറയാം. ഈ പാൽപ്പൊടി കൊണ്ട് പലരും പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. അതൊന്നും കൊള്ളില്ല എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ രീതി ഞാൻ പറഞ്ഞു തരുന്നു. വെള്ളം 1 ഗ്ലാസ്, പാൽപ്പൊടി 1.5 ടീസ്പൂൺ. ഇതും പാൽപ്പൊടിയുടെ ബ്രാൻഡ് അനുസരിച്ച് വ്യത്യാസം വരും. ഞാൻ നിഡോ ആണ് ഉപയോഗിക്കുന്നത്. അത് നല്ല കട്ടിയുള്ള പൊടിയാണ്. ഇതിനേക്കാൾ കട്ടി കൂടിയതും ഉണ്ടായിരിക്കാം, കുറഞ്ഞതും ഉണ്ട്. നിഡോ 1 ഗ്ലാസ് ചായക്ക് 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മതിയാകും. അത് സ്പൂൺ നിറച്ച് വേണം ഈ എടുക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പാൽപ്പൊടിയും നിങ്ങളുടെ ബ്രാൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പൊടി കട്ടി കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂട്ടിക്കോ, കുഴപ്പമില്ല. തേയിലപ്പൊടി 1/2 ടീസ്പൂൺ. അതിന് മുമ്പേ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിലുള്ള തേയില കടുപ്പം കൂടുതലോ കുറവോ ആണെങ്കിൽ അതനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ഞാനിവിടെ 1/2 ടീസ്പൂണേ എടുക്കുന്നുള്ളൂ, കാരണം പാൽപ്പൊടിക്ക് മധുരം ഉണ്ട്. ഇനി മധുരം നിങ്ങൾക്ക് അതിനേക്കാൾ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടോ, കുഴപ്പമില്ല. പക്ഷേ മധുരം മീഡിയം വേണ്ടവർക്ക് ഈ 1/2 ടീസ്പൂൺ മതിയാകും. അതിൽ കുറച്ചാണെങ്കിലും കുഴപ്പമില്ല, പാൽപ്പൊടിക്ക് നല്ല മധുരമുണ്ട്. ഏലക്ക പൊടിച്ചത് 1 ആദ്യം പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അതൊന്ന് ലേശം ചൂടായി, അതായത് നമ്മുടെ വിരൽ തൊടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ അതിലേക്ക് ഈ പാൽപ്പൊടി ഇട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഈ ചൂടായ വെള്ളത്തിൽ നിന്ന് അല്പം എടുത്ത് ആ ഗ്ലാസ്സിൽ ഈ പാൽപ്പൊടി ഇട്ട് വെള്ളത്തിൽ കലക്കി യോജിപ്പിച്ച് നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക. ഇതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം
നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും തേയിലയും ഏലക്കായും ഇടുക. അതായത് ആദ്യം തന്നെ നമ്മൾ ഇതെല്ലാം ഇട്ടാണ് വെക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. തിളച്ച ശേഷം ഓഫാക്കി നേരത്തെ പറഞ്ഞതുപോലെ നല്ലപോലെ പതപ്പിച്ച് അടിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് മാറ്റുക. മനസ്സിലായോ? ഈസിയാണ്. ചിലപ്പോഴൊക്കെ എളുപ്പത്തിന് ഞാൻ ഈ ചായ ഉണ്ടാക്കുമ്പോൾ ഈ പാല് കൊണ്ടുണ്ടാക്കുന്ന ചായയിലും വെള്ളവും പാലും പഞ്ചസാരയും തേയിലയും ഏലക്കായും എല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് തിളപ്പിക്കാറുണ്ട്. ഈ തേയിലയുടെയും പാലിൻ്റെയും ഒക്കെ അളവ് കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ചായക്ക് ഒരു രുചിക്കുറവും ഇല്ല, നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഈ ചായയുടെ അളവൊക്കെ കൂടുതൽ ഉണ്ടാക്കുമ്പോൾ, വീട്ടിൽ കുറച്ച് ആളുകൾ കൂടുതൽ വന്നാൽ കൂടുതൽ ചായ ഉണ്ടാക്കുമ്പോൾ ഈ ചായ തിളച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാതെ തന്നെ സ്ലോ ഇട്ട് ഒരു പിടിയുള്ള കപ്പ് എടുത്ത് ചായ കോരി അതിൽ തന്നെ പതപ്പിക്കാറുണ്ട്. അതായത് കപ്പിൽ ചായ കോരിയെടുത്ത് ആ ചായപാത്രത്തിൽ തന്നെ പൊക്കി ഒഴിക്കും. ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് തീ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് അരിച്ച് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് പതപ്പിച്ചെടുത്ത് ഗ്ലാസ്സിൽ ഒഴിക്കും. നിങ്ങളിത് ട്രൈ ചെയ്യണം. കാരണം ചായയുടെ മെയിൻ എന്ന് പറയുന്നത് ഈ ചായ അടിച്ചെടുക്കുന്നതാണ് ടേസ്റ്റ്. നല്ല പതപ്പിച്ച് ചായ കുടിക്കുന്നതിൻ്റെ രുചിയൊന്നും വേറെ തന്നെയാണ്. അപ്പോൾ ചായ ഉണ്ടാക്കാൻ അളവ് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ തന്നെ ചായ ഉണ്ടാക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയണം. അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കേൾക്കുമ്പോൾ ആണ് എനിക്ക് സന്തോഷം, നിങ്ങളതൊക്കെ ട്രൈ ചെയ്തല്ലോ, നിങ്ങളെന്നെ അറിയിച്ചല്ലോ എന്ന്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.